പ്രശ്നങ്ങളുണ്ട്. എന്തായാലും പൊതുദർശനം നടക്കുകയാണ്. 11 മണിയോടുകൂടി തന്നെ ഉച്ചയോടെ സംസ്കാരം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം അറിഞ്ഞിരുന്നത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഉച്ചയ്ക്ക് മുൻപേ തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാകുമെന്നാണ് അറിയാൻ സാധിച്ച പുതിയ വിവരം. അതുതന്നെയാണ് അർജുനോട് അവസാനമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹം വെച്ച് വൈകിക്കാതെ യാത്രയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ചെയ്യാൻ സാധിക്കുന്നത്. ഇവർക്കരികിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും അർജുൻ. ജോസഫുണ്ട്. ജോസഫ്, 11 മണിയോടുകൂടി തന്നെ പൊതുദർശനം കഴിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് അവിടുന്ന് ഇപ്പോൾ അറിയുന്ന പുതിയ വിവരം? എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? കാളിദാസ്, ഇപ്പോൾ ഈ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു ഈ എത്തിച്ചപാട്. ഇത്തരത്തിൽ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറി അവരുടെ ഒരു സ്വകാര്യ നിമിഷത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയത്. അതിനുശേഷം ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടി ഇപ്പോൾ ഉള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് പൊതുദർശനം നടത്തുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമുള്ള അവസരമാണ് ഇനി നൽകുക. 11 മണിയോട് കൂടി, അതായത് 2 മണിക്കൂർ കൊണ്ട് ഇത്തരത്തിൽ പൊതുദർശനം അടക്കം തീർത്ത് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളെയും അടുത്ത ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഈ മൃതദേഹം കാണിച്ചു. അതിനുശേഷം ഇപ്പോൾ പൊതുജനങ്ങൾക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാർക്കായി, അയൽക്കാർക്കായി, സുഹൃത്തുക്കൾക്കായി ഇത്തരത്തിൽ മൃതദേഹം വിട്ടു നൽകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു 2 മണിക്കൂർ ഇത്തരത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. ഇത്തരത്തിൽ അതിനുശേഷം 11 മണിയോട് കൂടി തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ജനാരവം ഇത്തരത്തിൽ ഈ 2 മണിക്കൂർ കൊണ്ട് സാധ്യമാകുമോ എന്നത് വലിയൊരു ചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. കാരണം അത്രത്തോളം ആളുകൾ അർജുനെ ഒരു നോക്ക് കാണുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടതിന് ശേഷം സമയം ഒരുപാട് വൈകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഈ വാളണ്ടിയർമാർ അടക്കം ക്രമീകരിക്കുന്നത്. എത്രയും വേഗം ഈ വശങ്ങളിലായി ക്യൂ പാലിക്കുന്നുണ്ട്. ആ ക്യൂ പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായി എത്രയും വേഗത്തിൽ അർജുനെ കണ്ട് മടങ്ങാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. റീത്ത് അടക്കം പുഷ്പങ്ങൾ അടക്കം സമർപ്പിക്കുകയാണ് അർജുന്റെ മൃതദേഹത്തിൽ. അതിനുശേഷം പൊതുജനങ്ങൾക്കായി ഈ മൃതദേഹം ഇത്തരത്തിൽ കാണാൻ അനുവദിക്കും. വലിയ നീണ്ട നിരയാണ്. വികാരസിദ്ധമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കുടുംബവും നാടൊന്നാകെ കടന്നു പോകുന്നത്. എന്തായാലും ഈ 2 മണിക്കൂർ കൊണ്ട് ഒരു പക്ഷേ ഇത് ഈ ജനാവലി മുഴുവൻ അതിന്റെ മൃതദേഹം കണ്ടു തീർക്കുന്നു എന്നത് സംശയമാണ്. കാരണം അത്രത്തോളം ആളുകൾ ഇവിടെ തടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ണാടിക്കൽ ടൗണിലും നേരത്തെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്കും ഈ വലിയ ആൾക്കൂട്ടം എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പണിപ്പത്താണ് ഇപ്പോൾ പോലീസും സന്നദ്ധ പ്രവർത്തകരും ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതും. എന്തായാലും ആളുകൾ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ അർജുനെ ഒരു നോക്ക് കാണുക, അന്ത്യോപചാരം അർപ്പിക്കാൻ, ആത്മാവിന് നിത്യശാന്തി നേരാൻ, 3 കാര്യങ്ങൾക്കായാണ് ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ സ്വകാര്യ നിമിഷം കഴിഞ്ഞിരിക്കുന്ന ബന്ധുക്കൾക്ക് നൽകിയിരിക്കുന്ന സ്വകാര്യ നിമിഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നതിന് ശേഷം പൊതുജനങ്ങൾക്കായി ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. 11 മണിയോട് കൂടി അല്ലെങ്കിൽ 11:30 കൂടി തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐവർ മഠത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും ഇതിൽ കാർമ്മികത്വം വഹിക്കുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ വീടിന്റെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. എന്തായാലും ഈ വലിയ ആൾക്കൂട്ടം
അവർ എത്രയും വേഗം ഈ അർജുനെ കണ്ട് നടക്കണമെന്നൊരു നിർദ്ദേശം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നുണ്ട്. ഈ AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇവിടുന്ന് ഇപ്പോൾ മടങ്ങുകയാണ്. കാരണം വലിയ ജനക്കൂട്ടമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സൗകര്യം ഒരുക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ ക്രമീകരിക്കുന്നതിനും മറ്റുമായി AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് പോലീസുകാർക്ക് നിർദ്ദേശം നൽകുന്നതും സ്വയം അദ്ദേഹം കണ്ടതിന് ശേഷം അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത്. തീർച്ചയായും ജോസഫ്, എന്തായാലും 11 മണി ഉച്ചയ്ക്ക് മുൻപേ തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ തന്നെ സാധിക്കട്ടെ. ദർശനത്തിന് ജോസഫ് സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പ്രമുഖർ എത്തുന്നുണ്ട്. നേരത്തെ തന്നെ അർജുൻ്റെ വീട്ടിലേക്ക് MK രാഘവൻ എത്തിയിരുന്നു. അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി P മോഹനൻ മാഷ് എല്ലാവരും എത്തിയിരുന്നു. അതേപോലെ തന്നെ വീണ്ടും നിരവധി പേർ. ഇപ്പോൾ പൊതുദർശനം തന്നെയാണ് നടക്കുന്നത് അല്ലേ ജോസഫ്? പ്രിയപ്പെട്ടവർക്കായുള്ള ഒരു പൊതുദർശനം, അതിനുശേഷം എല്ലാവർക്കുമായി ഒരു നോക്ക് കാണാൻ സാധിക്കുന്ന ഒരു പൊതുദർശനത്തിലേക്കും നീങ്ങുമോ? ഇത് നീണ്ടു പോകുമോ പൊതുദർശനം? എത്ര നേരത്തേക്ക് നീണ്ടു പോകും എന്നുള്ള ഒരു കൃത്യം കണക്കുണ്ടോ? എന്തെങ്കിലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ എടുക്കും എന്ന് തന്നെ ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പുഷ്പങ്ങൾ അർപ്പിച്ചു, അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നേതാക്കന്മാർക്കും സാംസ്കാരിക നായകന്മാർക്കും ശേഷം ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അർജുന്റെ മൃതദേഹം അവസാനമായി കാണുവാൻ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ മൃതദേഹം കാണാൻ അവസരം നൽകുന്നതാണ് ഈ സന്നദ്ധ പ്രവർത്തകരടക്കം അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. അവരെ നിയന്ത്രിക്കാൻ പോലീസ് തന്നെ പാടുപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വേളയിലും സ്വയം സന്നിധരായി ആളുകൾ നിൽക്കുന്നത് അർജുനോടുള്ള സ്നേഹം കൊണ്ടാണ്. അർജുൻ എല്ലാവരുടെയും എല്ലാമായി തീർന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ 72 ദിവസം കൊണ്ട് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു നോക്ക് കാണുക, സ്വന്തം മകനായും സുഹൃത്തായും അതുപോലെ തന്നെ സഹോദരനായും ഒക്കെ അർജുനെ കരുതുന്ന നിരവധി ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ്. അർജുനെ ഒരു നോക്ക് കാണുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ജനക്കൂട്ടത്തിനിടയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി നേതാക്കന്മാർക്ക് ശേഷം ഇതിനു വേണ്ടി ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പൊതുദർശനത്തിന് ബന്ധുക്കൾക്ക് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ പൊതുദർശനത്തിനായി ഉമ്മറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ മൃതദേഹത്തിന്റെ ഫോട്ടോ അടക്കം, മൃതദേഹത്തിന്റെ മുകളിലായി ഫോട്ടോ അടക്കം തുറന്നാണ്, ഫോട്ടോയിൽ അടക്കമാണ് അന്ത്യോപചാരം അർപ്പിക്കുന്നത്. നമുക്കറിയാം 72 ദിവസം പഴക്കം ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ കാണിക്കുന്നതിലടക്കം വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം നടത്തിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അർജുനെ ഇവിടെ എത്തിക്കാനായി എന്നുള്ളത് ഏറെ മനസ്സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. സന്തോഷം പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും വീട്ടുകാരെയും മറ്റു ബന്ധുക്കളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം മറുവശത്ത് ഇത്തരത്തിൽ മൃതസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. 11:30 എങ്കിലും ഇത്തരത്തിൽ മൃതസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബങ്ങളും മറ്റും ഉള്ളത്. എന്തായാലും ഇവിടെ ഇത്തരത്തിൽ ഈ ആളുകളുടെ നീണ്ട നിര ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. നേതാക്കന്മാർക്ക് ശേഷം ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കും എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും 11:30 അതായത് 2.5 മണിക്കൂറിന് ശേഷം ഇത്തരത്തിൽ മൃതസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആദ്യം പ്രിയപ്പെട്ടവർ ഒരു നോക്ക് കണ്ട ശേഷം ജനങ്ങൾക്കും അർജുനെ ഒരു നോക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം 11:30 തന്നെ ദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും.
നമുക്ക് അതുല്യയിലേക്ക് പോകാം. അതുല്യ, ഇപ്പോൾ സങ്കടത്തിലാണ് ഈ ഒരു കണ്ണാടിക്കൽ ഗ്രാമം. അതേസമയം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ജൂലൈ 9 ഇവിടുന്ന് ഈ ഒരു വീട്ടിൽ നിന്ന്